അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ ഹൈദരാബാദിൽ പിടിയിൽ. വിജയവാഡ സ്വദേശിയായ പ്രതാപ് എന്നറിയപ്പെടുന്ന ബെല്ലം രാമപ്രസാദ് ഗൌഡയാണ് പിടിയിലായത്. കേരളത്തിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ബെല്ലം രാമപ്രസാദ് ഗോണ്ട നിരവധി പേരെ അവയവക്കടത്തിനായി വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. നേരത്തെ അറസ്റ്റിലായ സാബിത് നാസറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ഹൈദരാബാദിലേക്ക് എത്തിയത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അവയവക്കടത്ത് മാഫിയ പ്രവർത്തിച്ചതെന്നും സാബിത് മൊഴി നൽകിയിരുന്നു. ഹൈദരാബാദിലെ പ്രധാന ഏജന്റാണ് ബല്ലം രാംപ്രസാദ് ഗോണ്ട. ഹൈദരാബാദിലെ ഒരു ഹോട്ടലിലായിരുന്നു പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പ്രതിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒളിത്താവളങ്ങൾ കണ്ടെത്തി ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് പ്രതിയെ പിടികൂടിയതെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. നമ്മുടെ ഈ ഓർഗൻ ട്രാഫിക്കിംഗ് ഉള്ള കിഡ്നി റാക്കറ്റ് ഉള്ള കേസിൽ ഒരു പ്രധാനപ്പെട്ട പ്രതി പ്രതാപൻ, his name is Pratapan alias Balram Ramaprasad Konda. He has been arrested from Hyderabad. So വളരെ നല്ല രീതിയിൽ അവിടെ പോയിട്ട് ഈ പ്രധാനപ്പെട്ട ഇന്റർമീഡിയറി ബ്രോക്കർക്ക് അവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് പിടിച്ചിട്ട് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. സോ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ നിരവധി ആൾക്കാർക്ക് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു. വിജയവാഡ സ്വദേശിയായ ബല്ലം രാമപ്രസാദ് ഗോണ്ട നിരവധി പേരെ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. സ്വന്തം വൃക്ക നൽകാൻ ശ്രമിച്ചാണ് വൃക്ക റാക്കറ്റിലേക്ക് എത്തിയത്. ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ഇരകളിലധികവും. പ്രതിക്ക് അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തിലെ പ്രധാനി സാബിത് നാസറുമായി അടുത്ത ബന്ധമാണ്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ദാതാക്കളെ കണ്ടെത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണെന്നാണ് സംശയം. ദാതാക്കളിൽ മലയാളി ഷമീർ മാത്രമാണെന്ന് പോലീസ് അറിയിച്ചു. ഇറാനിലേക്കുള്ള അവയവ കച്ചവട മനുഷ്യക്കടത്ത് കേസിൽ പിടിയിലാകുന്ന മൂന്നാമത്തെ കണ്ണിയാണ് ബല്ലം രാമപ്രസാദ് ഗോണ്ട. സാബിത് നാസർ, സതീഷ് ശ്യാം എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായിരുന്നത്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം നീങ്ങുന്നത്. ജനം, കൊച്ചി.